ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഐറ്റവുമായിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കൻ ഞാൻ ട്രൈ ചെയ്തു. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കനിലോട്ട് തേച്ച് കൊടുത്ത മസാലക്കൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടേ? അതിനും കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത് ഉമ്മാന് പണ്ടേ തയ്യാറാക്കുന്ന ഒരു മസാലക്കൂട്ടാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഗ്രിൽ ചെയ്യുമ്പോഴും ഒക്കെ ഉമ്മ ഈ ഒരു മസാലയിലാണ് ചെയ്യാറ്. അത് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. എന്നാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ഫുൾ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു മീഡിയം സൈസ് തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഇനി 6 ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരമസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ടയുടെ വെള്ള, 1 ടീസ്പൂൺ തൈര്, 1 പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വിനാഗിരി, ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമുക്കൊന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഒട്ടും വെള്ളമില്ലാതെ ശ്രദ്ധിക്കുക. മസാല പിടിക്കാൻ ഇതുപോലെ എല്ലായിടത്തും കരായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല തേച്ച് കൊടുക്കാം. ചിക്കനിൽ എല്ലായിടത്തും മസാല നല്ല പോലെ തേച്ച് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാനൊരു 5 കാടൻ കോഴിയുടെ മുട്ട പുഴുങ്ങിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതിനുശേഷം നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചധികം എടുക്കണം. ചിക്കനിലോട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണല്ലോ. ഇനി നമുക്ക് ചിക്കൻ്റെ കാല് രണ്ടും ഇതുപോലെ കമ്പി കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ ചുടുമ്പോൾ ചിക്കൻ്റെ കാല് രണ്ടും ഇളകി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇപ്പം നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ചിക്കൻ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത പണിയിലോട്ട് പോകാം. ഞാൻ ഇവിടെ കറിവേപ്പിലയുടെ കമ്പാണ് വെച്ചത്. എനിക്ക് മുള കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലെ വാഴയിലയും കൂടി വിരിച്ചു കൊടുക്കാം, ചുറ്റുമായിട്ട് വിരിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ എടുത്ത് കറിവേപ്പിലയുടെ കമ്പിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. ചിക്കൻ താഴെ വീണു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല പോലെ ടൈറ്റിലാക്കി വെച്ചു കൊടുക്കാം. എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് ഉമ്മയും ഉപ്പയുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഇനി ഒരു ടിന്ന് വെച്ച് കവർ ചെയ്യാം. എനിക്ക് ബക്കറ്റ് കിട്ടിയിട്ടില്ല, അതിന് പകരമാണ് ഞാൻ ഇപ്പോൾ ടിന്നെടുക്കുന്നത്. ഈ ടിന്നിൻ്റെ മുകളിൽ ബാലൻസ് കിട്ടാൻ വേണ്ടി ഞാനൊരു മണ്ണിൻ്റെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി തീ കത്തിക്കണം. അതിനു വേണ്ടി നമുക്ക് ചുറ്റുമായിട്ട് ഓലയും വിറകും വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തുമായി ഓലയും വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാം. 4 ഭാഗത്തായിട്ടാണ് ഞാൻ ഇവിടെ കത്തിക്കുന്നത്. അപ്പോൾ 4 ഭാഗത്തുമായി തീ കത്താൻ തുടങ്ങി. കണ്ടു, നല്ല പോലെ തീ കത്തുന്നുണ്ട്. അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല ചൂടാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ തീയൊക്കെ അണഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ടിന്ന് പതുക്കെ മാറ്റാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടില്ല. ഞാൻ പേടിച്ചിരുന്നു, കാരണം ടിക്ടോക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കരിഞ്ഞു പോയത്. പക്ഷെ ഒന്നും ആയിട്ടുമില്ല, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഗ്രില്ലിനെക്കാട്ടും നല്ലപോലെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. 15 മിനിറ്റോടെ തന്നെ ആവാന്ന് വെച്ചാൽ ഞാൻ ആദ്യം കരുതിയിട്ടില്ല കരിഞ്ഞു പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്, ചിക്കൻ കിട്ടില്ല. പക്ഷെ നല്ല സംഭവമാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്ത്. വിചാരിച്ച പോലെ കരിഞ്ഞിട്ടുമില്ല, നല്ല പാകത്തിനാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേകിച്ച് നല്ലൊരു മസാല കൂട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറയുന്നത്. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.